സലു കിച്ചനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴേക്ക് ശരിക്കും ആ തനതായ രുചി കിട്ടുന്ന ഇടം തേടി പോകുന്നതായിരിക്കും നല്ലത്. അപ്പം അങ്ങനെയുള്ള ഒരു രുചി തേടിയുള്ള യാത്രയാണ് ഇന്ന് നമ്മളുടേത്. അതുപോലെ തന്നെ കൂട്ടത്തിൽ നമ്മളുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മളുടെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് പോയാലോ? ഇപ്പം നമ്മുടെ കല്ലാട്ടുമുക്ക് വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കണം. അയാൾ 2-3 പ്രാവശ്യമായി വിളിച്ചോണ്ടിരിക്കണം അവിടെ എത്തിന്ന് പറഞ്ഞിട്ട്, കർട്ടന് വേണ്ടിട്ട് ഫ്രെയിം കൊടുക്കാൻ വേണ്ടിട്ട്. കൊറേ നാളായി റോഡ് കൊടുക്കാൻ കൊറേ നാളായി പറയുന്നുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് കൊറേ കാലമായി. വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ ഇതൊക്കെ ഇട്ടിട്ട് വേണം കൊടുക്കാൻ. ഈ റോഡ് നിങ്ങൾക്ക് അറിയാമോ? ഇവിടെ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഇവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോയാലേ ആറ്റുകാൽ ക്ഷേത്രം അങ്ങോട്ടാണ്. ഇപ്പൊ അടുത്ത ജംഗ്ഷൻ എന്ന് പറയണത് ക്ഷേത്രം. നമ്മള് തിരിച്ചു പോകുമ്പോഴേ 2 പൈനാപ്പിൾ വാങ്ങിക്കാൻ ഓർമ്മിപ്പിക്കണേ. ചിലപ്പോ ഞാൻ അങ്ങ് മറന്നു. ബിരിയാണി ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നുണ്ട് പുഡിങ് ഉണ്ടാക്കണമെന്ന്. എനിക്ക് അങ്ങനെ ഇരുന്നപ്പോ ഭയങ്കര ഒരു കൊതി തോന്നണ് പുഡിങ് കഴിക്കണം എന്ന്. റിസ്വാൻ ഇപ്പൊ അങ്ങനെ മധുരമൊന്നും കൊടുക്കത്തില്ല കേട്ടാ. എന്റെ പഴയ കുറയും, പിന്നെ നമ്മൾ കൊടുക്കണില്ല. പിന്നെ ഈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചാ അവൻ ഞാൻ പറയാം അതും കഴിക്കണതിനൊക്കെ ലിമിറ്റ് ഉണ്ട്. പിന്നെ അത് മധുരമാണല്ലോ, ഒരുപാടൊന്നും കഴിക്കാനൊന്നും പാടില്ല അല്ലേ? അങ്ങനെ നമ്മളുടെ കട്ടനിടേണ്ട ആളെത്തി. നമ്മുടെ ജാമ്പയിൽ ജാമ്പയ്ക്കുണ്ട്. ഇതുവരെ ഇവിടെ കർട്ടൻ റോഡൊന്നും ഇട്ടിട്ടില്ലേ? ഇവിടെ വെച്ചിട്ട് നമ്മളൊരു പായസം ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർക്കണണ്ട? എന്റെ ആഗ്രഹമാണെന്ന് അതിവിടെ വെച്ചിട്ടാണ്. ഈ കിച്ചണിൽ കാണുമ്പോ ഇപ്പോഴും എനിക്കിങ്ങനെ ഭയങ്കര കൊതിയാണ്. എനിക്കിങ്ങനെ പുതിയ കിച്ചണില് കുക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ് ഞാൻ. അങ്ങനെ പിന്നെ നമ്മൾ എല്ലാ ഫ്ലോറിലും ഇതുപോലെ കർട്ടൻ റോഡ് ഇട്ട്, പിന്നെ എൻ്റെ കയ്യിലാണെങ്കിൽ ഉപയോഗിക്കാത്ത പുതിയ കർട്ടൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ആ ഒരു കളറ് എനിക്ക് നമ്മളുടെ ഇപ്പം താമസിക്കുന്ന വീട്ടിൽ യോജിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ മടക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ആ കർട്ടൻ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഒരു ഫ്ലോറിൽ മൊത്തം ഈ ഒരു കളറിലുള്ള കർട്ടനാണ് ഇട്ടത്. അപ്പം നമ്മൾ സൽമാൻ ഇല്ലാതെ ആദ്യമായിട്ട് പുറത്തേക്ക് പോവാണ് അല്ലേ? ആഹാരം കഴിക്കാൻ വേണ്ടി പോകുന്നത്. ആഹാരം കഴിക്കാനായിട്ട് പോകണം. ആഹാരം കഴിക്കാന്ന് പറയുമ്പോൾ നിസ്സാറിക്കായെ കൊണ്ടുപോകണത് സത്യം പറഞ്ഞ വേസ്റ്റ് ആണ്. പൈസ കൊടുക്കാനായിട്ട് പൈസ കൊടുക്കാൻ നിസ്സാറിക്കായി കൊണ്ടുപോകണമെന്നാണെങ്കിൽ പറയാം. പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിസ്സാറിക്കായും റിസ്വാനും വേസ്റ്റ് ആണ്. കാരണം രണ്ടുപേരും അല്ലേ കഴിക്കാൻ ആരോഗ്യം നോക്കുന്നവരാണ്.
പിന്നെ അടുക്കളയ്ക്ക് അവധി കൊടുക്കാന്ന് ചോദിച്ചു. അടുക്കളയ്ക്ക് അവധി പറഞ്ഞാൽ അങ്ങനെ ഇരുന്നപ്പോ തോന്നിയ ഒരു പൂതി പുറത്തുനിന്ന് കഴിക്കണം. നിസ്സാർക്കായി പതുക്കെ സോപ്പിട്ടു. അപ്പൊ കൊണ്ടുപോവാന്ന് പറഞ്ഞു. അല്ല, ചിലർക്ക് ഞാൻ കേട്ട് ഇത് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പനി വന്ന ദേഹവേദനയും പനിയും ഒക്കെ വന്ന ആൾക്കാരും ഉണ്ട്, ഒന്നും ഇല്ലാത്തവരും ഉണ്ട്. അതൊക്കെ തന്നെയാണ് ആ വിശേഷം. പനി വരുന്നത് ശരിക്കും നല്ലതാ. ഡോക്ടർ സുൽത്താൻ അല്ല, പനി വരുമ്പോഴാണ് നമ്മുടെ ബോഡി അതിന്റെ അന്ന് നമ്മൾ തന്നെ അറിയണത്. അതാണ് നമ്മുടെ ബോഡി ചൂടാവണം. പക്ഷെ വേറൊരു കാര്യം കേട്ടോ, എനിക്ക് അറിഞ്ഞൂടാ, ഈ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് കുറച്ചു നേരം ഇങ്ങനെ കഴിഞ്ഞിട്ട് ഞാൻ ചോറെടുക്കാൻ അടുക്കളയിൽ ചെന്ന സമയത്ത് എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ തല ചുറ്റി കേട്ടാ, ചെറുതായിട്ട് ഇങ്ങനെ തല ചുറ്റി. അപ്പൊ ഞാൻ ഇവരുടെ അടുത്ത് വന്നു പറയുമ്പോ ഇവരൊക്കെ എന്നെ കളിയാക്കും. പകുതി മാനസികമാണ്, മാനസികമാണെന്നാണ്. 52% ആൾക്കാരാണ് പേടിക്കുന്നത് വാക്സിൻ. അതിലിപ്പോ 2 പേര് കുറഞ്ഞ്. നിസാർക്കൊക്കെ നല്ല പേടിയായിരുന്നു. എന്റെ അടുത്ത് പറഞ്ഞ എന്തറിയാവോ, നീ പോയി എടുക്ക്, എന്നിട്ട് പിന്നെ ഞാൻ എടുക്കാന്ന്. ഞാൻ പറ്റൂല, ഒരുമിച്ച് പോയി എടുക്കുന്നതാണ്. നമ്മുടെ ഇവിടെ 45 വയസ്സുള്ളവർക്ക് മാത്രമല്ലേ ഉള്ളായിരുന്നു. എനിക്ക് 28 ആയിട്ടുള്ളായിരുന്നു അല്ലേ. വാവ്, സൈക്ലിംഗ്. അപ്പൊ നമ്മള് അറബ് ഫുഡ് കഴിക്കാനല്ലേ ഇവിടാണ് ഏറ്റവും തള്ളുള്ള ഇസ്താംബൂൾ. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. ഇവിടുന്ന് കഴിക്കാതെ നന്നായി. പൊടിയൊക്കെ അല്ലേ അടിക്കുന്നത്. ഒന്നുമില്ല. ഇവിടെയൊക്കെ ഈ വണ്ടി പോണ അവര് കവർ ചെയ്ത്. ഈ നിസാർക്കൊക്കെ ഭയങ്കര ഒസുവാസാണ് കേട്ടോ പല കാര്യങ്ങൾക്കും. അത് തന്നെയല്ലോ. നിസാർക്ക് ഇങ്ങനെ മനസ്സിനെ മടുപ്പിക്കുന്ന ഏർപ്പാടൊക്കെ കയ്യിലുണ്ട് കേട്ടോ. ഇപ്പൊ പിന്നെ നമ്മളത് കേട്ട് 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 അങ്ങനെ ഗൗനിക്കാറില്ല. ഞാൻ പറയും നിസാർക്ക് കഴിക്കണ്ടെന്ന് പറയും, നമ്മള് കഴിച്ചോളാം. ബാക്കി കടയിലൊക്കെ ഭയങ്കര ഹൈറ്റ്. കടയിൽ നിന്ന് കഴിക്കുന്നതിനെ വിരോധമുള്ള വ്യക്തിയാണ് നിസാർക്ക്. കൊറേ ദിവസം കൊണ്ട് വിചാരിക്കുവാണ് അല്ലേ ഇവിടെ വന്ന് ഫുഡ് കഴിക്കണം. നമ്മളുടെ വീടിന്റെ വളരെ അടുത്താണ് ഈ ബാബ അറേബ്യ കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇതുവരെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടില്ല. സലു ഉള്ളപ്പോഴേ നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഒരു ദിവസം ഇവിടെ വന്ന് ആഹാരം കഴിക്കാമെന്ന്. അപ്പോൾ ഇപ്പോൾ പിന്നെ സലു പോയ ശേഷമാണ് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഇങ്ങോട്ടേക്ക് ആക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നത്. നമ്മൾ എന്തൊക്കെ ഓർഡർ കൊടുത്തോ, ഈ ഒരു സാലഡ്. ഈ സാലഡ് എന്ന് വെച്ചാൽ ഇതെല്ലാം വരും, എല്ലാം കൂടെ ഉള്ളൊരു സാലഡ് ബാറായിട്ട്. പിന്നെ നമ്മൾ ഓർഡർ കൊടുത്തത് ഇതാണ് കേട്ടോ, സ്പെഷ്യൽ മിക്സ് പ്ലാറ്റർ ആണ്. അതാവുമ്പം ഇതേപോലത്തെ ഗ്രിൽസും എല്ലാം കൂടെ ഒരു മിക്സ് ആയിട്ട് വരും. പിന്നെന്താ മോനെ കൊടുത്തത്? പിന്നെ നമ്മള് ഫ്രഞ്ച് ഫ്രൈസ്, ലൈം ടീ. ഇവിടെ സെർവ് ചെയ്യുന്നവർക്ക് പ്രത്യേകതയുണ്ട് കേട്ടോ. കന്തൂറൊക്കെ ഇട്ടിട്ടാണ് സെർവ് ചെയ്യണത്. ഞാൻ കേറിയപ്പോ അറബിയാണോ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം. അവിടെ ചെന്നിരുന്നപ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ ഓർഡർ കൊടുത്തത് ലെമൺ ടീ എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് എനിക്ക് ഓർഡർ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ സമയത്താണ് ഞാൻ സൽമാനെ ഇപ്പം മിസ് ചെയ്യുന്നത്. കാരണം സൽമാനായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവൻ ആ ഓർഡർ കൊടുക്കാൻ അറിയാം കേട്ടോ. അതിന് നല്ല മിടുക്കനാണ്. അപ്പോൾ നമ്മൾ ലെമൺ ടീ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമുക്കുള്ള ആ സ്റ്റാർട്ടറൊക്കെ എത്തിയിട്ടുണ്ട്. കൂട്ടത്തിൽ നിസാറിക്ക് ഓർഡർ ചെയ്ത സ്പെഷ്യൽ ഫ്രഞ്ച് ഫ്രൈസ് എത്തിയിട്ടുണ്ട്. കൊച്ചു കുട്ടികളെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതല്ലേ ആദ്യം നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നത്. നിസാറിക്ക് ഇഷ്ടമുള്ളതാണ് ആദ്യം നമ്മൾ ഓർഡർ ചെയ്യുന്നത്.
ദേ നമ്മളുടെ സ്പെഷ്യൽ മിക്സ് പ്ലാറ്റർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലൊന്നും ഓർഡർ കൊടുത്തിട്ടില്ല. ഇതൊരു ആ ഒരു ലുക്കിനാണെന്ന് തോന്നുന്നു 2 സൈഡിലും തീയും പുകയൊക്കെ വെച്ചിട്ടൊക്കെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ മിക്സ് ആകുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും കുറച്ച് ഭാഗങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് കഴിക്കാം. ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും മട്ടൺ ആണെങ്കിലും എല്ലാം ഉണ്ടാവും. അപ്പോൾ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മാത്രമല്ലേ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗുണം ഇതിനുണ്ട്. അപ്പോൾ നമ്മളിതേ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. കൊള്ളാം കേട്ടോ. ശരിക്കും നല്ലൊരു അറബിക് ആ ഒരു ഇത് കഴിക്കുന്ന ആ ഒരു ഫീല് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ ശേഷം ലാസ്റ്റ് ഓർഡർ കൊടുത്തത് നമ്മളുടെ സുലൈമാനിയാണ്. എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ലാസ്റ്റ് നമ്മൾ ഇതുപോലെ സുലൈമാനി കുടിച്ചിട്ടാണ് അവസാനിപ്പിക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഇതുപോലെ അറബിക് ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ മസ്റ്റായിട്ട് സുലൈമാനി കുടിക്കണം, എങ്കിലേ ഒരു പൂർണ്ണത വരത്തുള്ളൂ. അപ്പം നമുക്ക് സെർവ് ചെയ്ത ആള് നമ്മളുടെ കട്ട സബ്സ്ക്രൈബർ ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മാസ്ക് ഒക്കെ വെച്ചിരുന്നാണ്, നമ്മൾ അങ്ങനെ നോട്ട് ചെയ്യണമെന്നില്ല. പുള്ളിക്കാരൻ നമ്മളിതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പറയണത് നമ്മളുടെ സബ്സ്ക്രൈബർ ആണ്. ചെന്നിട്ട് ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ അവരൊക്കെ നമ്മളെ പരിചയപ്പെടാൻ വന്നു. കൂട്ടത്തിൽ ഇതിൻ്റെ ഓണറും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഓണർ പറയുന്നത് നമ്മളുടെ സബ്സ്ക്രൈബർ ആണെന്നുള്ളത്. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അപ്പം എനിക്ക് അതിശയം തോന്നിയത് അവിടുത്തെ ഡ്രസ് കോഡിനെ കുറിച്ചാണ്. അപ്പം ഞാൻ ചോദിച്ചപ്പോഴേക്കാണ് പറഞ്ഞത് ഈ ബാബ അറേബ്യയിൽ ഇതാണ് ഡ്രസ് കോഡ്, ഇതുപോലെ അവരുടെ പല റെസ്റ്റോറൻറ്റിൽ പല ടൈപ്പിലുള്ള ഡ്രസ് കോഡാണെന്ന് പറഞ്ഞു. എന്തായാലും വളരെ സന്തോഷം തോന്നി. എന്നിട്ട് ചോദിച്ചു ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം കുനഫ കഴിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ വയറൊക്കെ ഫുള്ളായത് കാരണം അടുത്ത് ഇതൊന്നും ഓർഡർ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇല്ല, എൻ്റെ വകയായിട്ട് കുനഫ ഞാൻ ഓർഡർ കൊടുക്കുകയാണ്, ഒന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെ കുനഫ ദേ എത്തിയിട്ടുണ്ട്. കുനഫ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ റെസിപ്പി 1-2 പ്രാവശ്യം നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. പ്രത്യേകിച്ച് നമ്മളുടെ ഈ അറബിക് കുനഫ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ കുനഫയിലേക്ക് ഇതേ ഷുഗർ സിറപ്പ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്ത് അകത്ത് നല്ല ചീസൊക്കെ വെച്ചിട്ടുള്ള കുനഫയാണ്. ഈ കുനഫ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗൾഫിലൊക്കെ ആണെങ്കിൽ ഈ റംസാൻ ടൈമിലാണ് കൂടുതൽ കഴിക്കുന്നത് കേട്ടോ, ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും. ഞാൻ അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം തന്നെയാണിത്. ഇതൊരു പെയ്ഡ് റിവ്യൂ ഒന്നും അല്ല കേട്ടോ. എൻ്റെ കുറച്ച് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നാണ് സൗകര്യം ഒത്തു കിട്ടിയത്. അപ്പോൾ ആഹാരമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത് നമുക്ക് നല്ല റെസിപ്പിയോ വ്ളോഗോ ആയിട്ടൊക്കെ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.